മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകാനുള്ളത് ജില്ലാ ഭരണകൂടം തന്നെ പറയുന്നുണ്ട്. ആളുകൾ അധികമായി പുറത്തുനിന്നുള്ള ആളുകൾ ഇതൊരു ഡിസാസ്റ്റർ ടൂറിസം പോലെ ആക്കരുത്. ആരും തന്നെ ആ ദുരന്ത ഭൂമിയിലേക്ക് സെൽഫി എടുക്കാനോ റീൽസ് എടുക്കാനോ പോകേണ്ടതില്ല. കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കേണ്ടതുണ്ട്. കാരണം ാണ് ഒരല്പം മനുഷ്യത്വം ഈ കാര്യത്തിൽ എല്ലാവരും പുലർത്തണം. കാരണം അവിടെ റീൽസ് എടുക്കാനും ഈ ഫോട്ടോ എടുക്കാനുമായിട്ട് ആരും പോകരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഈ ഒരു തത്സമയ സംപ്രേഷണത്തിൽ നൽകുകയാണ്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി ഒരു അധികൃതരുടെ ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. നമ്മളൊരു മനുഷ്യത്വം കാണിക്കണം. ആ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നത് മനുഷ്യരാണ്. ആ മനുഷ്യ ജീവനുകൾ രക്ഷപ്പെടുത്താനാണ് പരിശ്രമിക്കുന്നത്. NDRFന്റെ കൂടുതൽ സംഘം അവിടേക്ക് എത്തുന്നത് അതാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ മുഴുവൻ സർവ്വസന്നാഹങ്ങളും, അത് ഇന്ത്യൻ ആർമി, കരസേന, നേവി, വ്യോമസേന, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് വരുന്നുണ്ട്. അതിനിടയിൽ കൂടുതൽ മരണം വരുന്നു, കൂടുതൽ ആളുകളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് 2 സംഘങ്ങൾ അടങ്ങുന്ന ദൗത്യസേന എത്തിയതായുള്ള ഒരു വിവരം ഔദ്യോഗികമായി തന്നെ സർക്കാർ പുറത്തുവിടുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും ശരീരഭാഗങ്ങൾ കണ്ടെടുത്തവരുടെ എണ്ണം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി